കൊട്ടാരക്കരയിൽ ത്രികോണപ്പോരിന് കളമൊരുങ്ങുന്നു. ബാലഗോപാലും ഐഷ പോറ്റിയും നേർക്കുനേർ. അഖിൽ മാരാറിലൂടെ അട്ടിമറി ലക്ഷ്യമിട്ട് NDA. കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പരീക്ഷണശാലയായി കൊട്ടാരക്കര മാറുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ അണിനിരത്തി മണ്ഡലം നിലനിർത്താനും പിടിച്ചെടുക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFും നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ UDFും പൊരുതുമ്പോൾ അഖിൽ മാരാറിലൂടെ അട്ടിമറി വിജയം സ്വപ്നം കാണുകയാണ് NDA. മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം കൊട്ടാരക്കരയിൽ അത്യന്തം വാശിയേറിയതാകുമെന്നാണ് ഉറപ്പാണ്. ചുവപ്പ് കോട്ടയായ കൊട്ടാരക്കര ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടത്തിനാണ്. സിറ്റിംഗ് MLAയും ധനമന്ത്രിയുമായ KN ബാലഗോപാൽ തന്നെയാകും LDFനായി വീണ്ടും ജനവിധി തേടുക എന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും വ്യക്തിപരമായ സ്വാധീനവുമാണ് ബാലഗോപാലിന് കരുത്തേകുന്നത്. എന്നാൽ UDF ക്യാമ്പിൽ അപ്രതീക്ഷിത നീക്കങ്ങളാണ് നടക്കുന്നത്. LDFുമായി തെറ്റിപ്പിരിഞ്ഞ മുൻ MLA ഐഷ പോറ്റിയെ കോൺഗ്രസ് സ്വതന്ത്രയായി കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്ന വാർത്ത മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഐഷ പോറ്റിയുടെ വരവ് ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. അതേസമയം കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി BJPയിലേക്ക് ചേക്കേറാൻ തുടങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും UDF ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അഖിൽ മാരാറിലൂടെ കൊട്ടാരക്കരയിൽ വലിയൊരു അട്ടിമറിക്ക് NDA തയ്യാറെടുക്കുന്നത്. 2020യുടെ പിന്തുണയോടെ NDA സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ എത്തുന്നതോടെ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിനുള്ള കളമൊരുങ്ങും. യുവാക്കൾക്കിടയിലുള്ള മാരാറുടെ സ്വാധീനം വോട്ടായി മാറുമെന്നും ഐഷ പോറ്റിയും ബാലഗോപാലും തമ്മിലുള്ള പോരിൽ തങ്ങൾക്ക് ജയിച്ചു കയറാമെന്നുമാണ് NDAയുടെ കണക്കുകൂട്ടൽ. 2020യുടെ വികസന രാഷ്ട്രീയവും BJPയുടെ സംഘടനാ കരുത്തും ഒത്തുചേരുമ്പോൾ കൊട്ടാരക്കരയിലെ ഫലം പ്രവചനാതീതമാകും. മുന്നണി മാറ്റങ്ങളും പുതിയ സ്ഥാനാർത്ഥി നിർണയങ്ങളും കൊട്ടാരക്കരയെ വരും ദിവസങ്ങളിൽ വാർത്തകളുടെ കേന്ദ്രബിന്ദുവാക്കും.